നല്ല പടം ടെൻഷനൊക്കെ മാറി. നല്ല പടം. നല്ല കോമഡി ഉണ്ട്, നല്ല ത്രില്ലിംഗ് ആണ്. എല്ലാരും നല്ല ഗ്രാൻഡ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അടിപൊളി. പയ്യന്റെ എൻട്രി ഗ്രാൻഡ്. അർജുന അശോകൻ തകർത്ത്. പുതിയൊരു വെറൈറ്റി. നല്ല പോലീസ് വേഷം നന്നായിട്ടുണ്ട്. പടം കുഴപ്പമില്ല, ഒരു വൺ ടൈം വാച്ചുകളാണ്. ഒരു പോലീസ്, ഒരു ഡ്രഗ് മാഫിയ ഒക്കെ ആയിട്ടുള്ള ഒരു ഡീലിംഗ് ആണ് കൊച്ചിയിൽ നടക്കുന്നത്. അതാണ് പടം സംസാരിക്കുന്നത്. നാദിർഷയുടെ മുമ്പത്തെ പടങ്ങൾ അത്ര ഒന്ന് കണ്ടിരിക്കാനുള്ള സംഭവമുണ്ട്, അത്രേ ഉള്ളൂ. അർജുന അശോകന്റെ അഭിനയമൊക്കെ പോലീസായിട്ട് അർജുന അശോകൻ സെറ്റപ്പ് കണ്ടിരിക്കാം, കുഴപ്പമില്ല. എന്താണ് ഒരു പടത്തിൽ വ്യത്യസ്തമായിട്ട് തോന്നിച്ചൊരു ഘടകം? അർജുന അശോകന്റെ പോലീസ് സ്റ്റേഷൻ തന്നെയാണ്. അർജുന അശോകന്റെ പോലീസ് സ്റ്റേഷൻ നമ്മൾ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. പിന്നെ ക്ലൈമാക്സിൽ രോമാഞ്ചത്തിന്റെ റെഫറൻസ് അർജുന അശോകന്റെ ചിരി വെച്ചിട്ടുണ്ട്. അന്നേരം തിയേറ്ററിൽ ഭയങ്കര ഓളമൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, നന്നായിട്ടുണ്ടായിരുന്നു. റാഫിയുടെ മകൻ പുതുമുഖമായിട്ട് വന്നൊരു സിനിമ. റാഫിയുടെ മോഹൻ കുഴപ്പമില്ല, പോലീസുകാരനായിട്ട് തന്നെയാന്ന് തോന്നുന്നു. അടിപൊളിയായിട്ടുണ്ട്. അർജുന അശോകന്റെ തൊട്ട് മേളിൽ ഒരു ഓഫീസറായിട്ടാ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കോമഡി ക്യാരക്ടറൊക്കെ ആയിട്ട് വന്നേക്കണേ. എത്ര സ്റ്റാർ കൊടുക്കാൻ പറ്റും? 5 ഒരു 2.5 കൊടുക്കാം. ക്ലാസ്സായിട്ടുണ്ട്, അടിപൊളിയുണ്ട്. നല്ലൊരു എന്റർടൈനർ ആണ്, അടിപൊളിയുണ്ട്. കോമഡി നാദൃശ്യയുടെ പടങ്ങൾ പോലെ കോമഡി ഉണ്ട്, അത്യാവശ്യം കോമഡി എല്ലാം കൂടെ മിക്സ് ആയിട്ട് നല്ല ഷണ്ടും നല്ല കോമഡി ഉള്ള ഒരു അടിപൊളി മൂവിയാണ്. കാണാം, എല്ലാവർക്കും പ്രേക്ഷകർക്ക് നന്നായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. പടം നല്ലതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട്. കുഴപ്പമില്ല, എന്നാലും നമ്മളിപ്പോഴത്തെ ഒരു യൂത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ് കണ്ടന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ അത് വെച്ചൊരു തീമാണ് ഒരു ഫോളോ അപ്പ് ചെയ്തേക്കണം. എന്നാലും ഇതിലെല്ലാവരും കൊള്ളായിരുന്നു. അർജുന അശോകനാണെങ്കിലും ഇതില് പുതിയ ന്യൂ സ്റ്റാറായ നമ്മുടെ മുബിൻ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പടത്തിൽ അർജുന അശോകന്റെ റോളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? പുള്ളി ഒരു പോലീസ് റോളാണ് ചെയ്തേക്കണത്. പുള്ളിയുടെ കൊള്ളാം. പുള്ളി ചെയ്തതിൽ വെച്ചൊരു എനിക്ക് നല്ല റോളായിട്ട് തോന്നിയായിരുന്നു. നാദൃശ്യയുടെ എല്ലാത്തിനും തന്നെ ഹിറ്റ് ആണല്ലോ ഈ സിനിമ. അതുപോലെ നാദൃശ്യയുടെ ഒരു വെറൈറ്റി ഒരു ജോണറാണ് പുള്ളി പിടിച്ചേക്കണത്. എല്ലാം ചെയ്ത് വെച്ചിട്ട് കൊള്ളാം. തീർച്ചയായിട്ടും ഇന്നത്തെ യുവതലമുറക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സന്ദേശം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു ചിത്രം. നാദൃശ്യയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരുപാട് കോമഡിയാണ്, പക്ഷെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള കോമഡിയാണ് ഇതിലുള്ളത്. പിന്നെ ഇതിലേക്ക് വരികയാണെങ്കിൽ അർജുന അശോകൻ ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. പുതുമുഖം റാഫിക്കയുടെ മകൻ മുബിൻ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ദേവിക, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഈ ചിത്രം ചെയ്തിരിക്കുന്നത്.